നമസ്കാരം. സ്പോട്ട് ലൈവാണ്. മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുള്ള നാടായി മാറുകയാണോ കേരളം? ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസമാണ് മകൻ മാതാപിതാക്കളെ കുത്തിക്കൊന്നത്. തൊട്ടു പിന്നാലെ ഇതാ തൃശൂരിൽ മകൻ അമ്മയെയും കോഴിക്കോട്ട് മകൻ അച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. നടുക്കമുണ്ടാക്കുന്ന ആ വാർത്തകളുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവിൽ. ആദ്യം സ്വാഗതം. തൃശൂർ പാവറട്ടിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു. 70-കാരി ഡോളിയാണ് മരിച്ചത്. പ്രതി ബെൻഹറിനെ വീട്ടിൽ നിന്ന് പോലീസ് പിടികൂടി. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ആക്രമണം. ഗുരുതരമായി പരിക്കേറ്റ ഡോളിയെ ആദ്യം പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രതിയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിക്കും പരിക്കേറ്റു. ബെൻഹറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് സൂചന. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, തുടർച്ചയായിട്ട് ഈ മാതാപിതാക്കൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ വാർത്തകൾ വരുന്നതിനെതിരെ ഞെട്ടലുണ്ട്, ഖേദമുണ്ട് എങ്കിൽ പോലും ഇയാൾക്ക് ഈ മാനസിക പ്രശ്നം അത് നേരത്തെയും ഉണ്ടായിരുന്നു എന്നാണോ അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പറയുന്നത്? ഇത്തരത്തിലുള്ള ഒരു അക്രമവാസന ഉണ്ടായിരുന്ന ആളാണോ? അതെ എൽദോ, എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് നാടിനെ നടുക്കുന്ന ഈ ഒരു വാർത്ത പുറം ലോകം അറിയുന്നത്. മകൻ അമ്മയെ അതിക്രൂരമായാണ് വെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഡോളിയുടെ ഏക മകനാണ്. ഈ അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കുന്നത്. അതിൻ്റെയൊക്കെ ചികിത്സ തേടിയെങ്കിലും അതിൽ നിന്നും പൂർണ്ണമായും മുക്തനായിട്ടുണ്ടായിരുന്നില്ല. ഈ അമ്മയും മകനും മാത്രമാണ് പാവർട്ടിയിലെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാവിലെ അമ്മ ഡോളി വീട്ടിന്റെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ മകൻ പുറകിൽ കൂടി വന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിച്ചത്. പിന്നീട് വീട്ടിന്റെ ഉള്ളിൽ നിന്നും മറ്റൊരു ആയുധം എടുത്തുകൊണ്ടുവന്ന് അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ അവിടെ ആ പറമ്പിൽ ജോലി ചെയ്തിരുന്ന മറ്റൊരാള് പെട്ടെന്ന് ഈ ഒരു നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് ഓടി എത്തുമ്പോഴേക്കും അതിക്രൂരമായി അമ്മയെ മകൻ കൊലപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചിരുന്നു. ഇയാൾ ഈ മകനെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അയാളെ ആക്രമിക്കുകയും അയാളുടെ കൈക്കിനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ മറ്റു തൊഴിലാളിയായിട്ടുള്ള വ്യക്തിയാണ് നാട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുകയും ഒച്ച വെച്ച് നാട്ടുകാരെല്ലാം ഓടിക്കൂടിയാണ് അമ്മ ഡോളിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്കും അമ്മ മരിക്കുകയും ചെയ്തിരുന്നു. ഈ മകൻ മാനസിക രോഗമുള്ള ഒരു വ്യക്തിയാണെന്നാണ് പോലീസ് പറയുന്നത്. ഡോക്ടർമാരും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അതിന് മുമ്പ് ചികിത്സ തേടിയ വ്യക്തിയാണ്. മുമ്പ് ഇവർ ബാംഗ്ലൂരാണ് താമസിച്ചത്, പിന്നീട് കോയമ്പത്തൂരും താമസിച്ചിരുന്നു. അതിനൊടുവിലാണ് ഈ വീട്ടിലേക്ക് വന്ന പാവർട്ടിയിലെ വീട്ടിൽ കുറച്ച് നാളുകളായി സ്ഥിരതാമസമായിരുന്നു. ഈ മകന് പലപ്പോഴും ഈ അമ്മയും മകനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഈ മകന്റെ മാനസിക പ്രശ്നങ്ങൾ കാരണം അമ്മയുമായി ഇടയ്ക്കിടയ്ക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു, ബഹളമുണ്ടായിരുന്നു. അമ്മയെ നേരത്തെ ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ചു നേരം അസുഖം കലശലാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി മകൻ ചെയ്യുന്നത്. പിന്നീട് മരുന്നൊക്കെ കഴിച്ച് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അമ്മയുടെ സ്നേഹമുള്ള ഒരു മകനും കൂടിയാണ്. പക്ഷെ ഈ മാനസിക പ്രശ്നമാണ് ഇത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും മകൻ ഈ കൊലപാതകം നടത്തിയതിനു ശേഷം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് പാവറട്ടി പോലീസ് എത്തി മകനെ കസ്റ്റഡിയിലെടുത്തു, വിശദമായി ചോദ്യം ചെയ്തു. പക്ഷെ എന്തിനാണ് അമ്മയെ കൊലപ്പെടുത്തിയത് എന്ന് മകൻ ഇപ്പോഴും പോലീസിനോട് അറിയിച്ചിട്ടില്ല, പോലീസിന് മൊഴി നൽകിയിട്ടില്ല. പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. മാനസിക പ്രശ്നമാണ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ മകനെന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും അതിക്രൂരമായ സംഭവമാണ്. എൽദോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ അടിക്കടി കേൾക്കുന്നതാണ്. മകൻ അമ്മയെയും അല്ലെങ്കിൽ അച്ഛനെയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇവിടേക്ക് വരുമ്പോൾ മകൻ മാനസിക പ്രശ്നമുള്ളൊരു വ്യക്തിയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നവമി, ഈ മകനും ഈ അമ്മയും മാത്രമാണോ ആ വീട്ടിൽ താമസിച്ചിരുന്നത്? മറ്റാരും ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് അമ്മയെ രക്ഷിക്കാനോ അല്ലെങ്കിൽ അമ്മ പൂർണ്ണമായിട്ടും രക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരവസ്ഥയിലാണ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്?
അതെ, ഡോളിയുടെ ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഇടയ്ക്ക് ജോലിക്കായി ആളും വരും. പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ജോലിക്കുള്ള ആള് എത്തിയെങ്കിൽ പോലും ഇത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോളിയും തോട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഡോളിയുടെ നിലവിളി ശബ്ദം കേട്ടാണ് ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾ ഓടിയെത്തി. അയാൾ ഡോളിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ മകന്റെ കുത്തേറ്റ് അയാൾക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. അമ്മയും മകനും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്ന് നാട്ടുകാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബഹളങ്ങളൊക്കെ പലപ്പോഴും ആ വീട്ടിൽ നിന്നും കേൾക്കാറുണ്ട്. പക്ഷെ മകന് അസുഖമാണ് എന്നുള്ളത് നാട്ടുകാർക്കും അറിയാവുന്നത് കൊണ്ട് അവർ വലിയ കാര്യമായി എടുത്തിരുന്നില്ല. പല ചികിത്സയും ഒക്കെ നടത്തിയിരുന്നു ഈ മകന്. പക്ഷെ ആ ചികിത്സയൊന്നും ഫലപ്രദമായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇന്ന് രാവിലെ അമ്മ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് പുറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് കയ്യിൽ കരുതിയിരുന്ന ആയുധം വെച്ച് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 3-4 പ്രാവശ്യം കുത്തി. അപ്പോഴേക്കും വലിയ ആഴത്തിലുള്ള മുറിവാണ്. മരണത്തിലേക്ക് തന്നെ നീങ്ങിയിരുന്നു. പെട്ടെന്ന് നാട്ടുകാരെല്ലാം ഓടിക്കൂടി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ ഡോളി മരിച്ചിരുന്നു എന്നാണ് പോലീസും നാട്ടുകാരും ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നത്. മകൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മകനെ പിന്നീട് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. എന്തായാലും ഒരു മാനസിക വൈകല്യമുള്ള ഒരു മകനാണ് സ്വന്തം മാതാവിനെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? എന്ത് പ്രകോപനത്തിലാണ് പെട്ടെന്ന് അമ്മയെ ഇങ്ങനെ കൊല്ലാനായി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കൊന്നത് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത്. മകനെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ മകൻ എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഈ ബെൻഹറിന് സഹോദരങ്ങളോ സഹോദരികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ആ മൃതദേഹം ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സാഹചര്യമൊക്കെ ഇനിയും അവശേഷിക്കുന്നില്ലേ? എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ പോലീസ് പറയുന്നത്? ഇപ്പോൾ ഇയാളെ ഇനി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണോ അടുത്ത നടപടി? ബെൻഹർ ഏക മകനാണ്. അച്ഛൻ കുറച്ചു നാളായി മരിച്ചിട്ട് അമ്മയും മകനും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. അയൽക്കാരുമായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഡോളി സഹകരിക്കുന്നത്. ബന്ധുക്കളുണ്ട്. അടുത്ത ബന്ധുക്കളുമൊക്കെ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും പാവറട്ടി ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൃതദേഹം. ഇനി അടുത്ത ബന്ധുക്കളൊക്കെ വന്നതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. ബന്ധുക്കളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു അമ്മയാണ്. മകന് മാനസിക പ്രശ്നങ്ങളാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മയാണ് ഈ മകനെ പൂർണ്ണമായും നോക്കുന്നത്. മുൻപ് പല ആശുപത്രികളിലൊക്കെ കൊണ്ടുപോയി ചികിത്സയൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. ഇനി എന്തായാലും പോലീസ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് തന്നെയായിരിക്കും ഈ മകനെ അയക്കുക. കാരണം അത് മാനസിക രോഗം സ്ഥിരീകരിച്ചൊരു വ്യക്തിയായതിനാൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കില്ല. സ്വാഭാവികമായും ഇനി മാനസിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മകനെ കൊണ്ടുപോകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവമായിപ്പോയി എൽദോ. ഈ മാനസിക രോഗിയായ മകനാണ് അമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയത്. പക്ഷേ ആ സമയത്ത് അമ്മയെ രക്ഷിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇരുവരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. പല തവണയും അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ തർക്കങ്ങളെല്ലാം പിന്നീട് പരിഹരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഇതിപ്പോൾ എന്താണ് പെട്ടെന്ന് അമ്മയെ കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് മകനെ നയിച്ച കാരണമെന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും വലിയ ഞെട്ടലോടുകൂടിയാണ് നാട് ഈ വാർത്ത കേട്ടുണർന്നത്. കാരണം ഡോളിയെ നാട്ടുകാർക്കൊക്കെ വലിയ സഹകരണമായിരുന്നു. എല്ലാവരുമായും നല്ല സഹകരണത്തോട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഡോളി. റൈറ്റ്, നവമി സൂചിപ്പിച്ചതുപോലെ ഒരു 70-കാരിയായിട്ടുള്ള അമ്മയാണ് അതിക്രൂരമായി മകൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആ മകന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു സാഹചര്യം. പ്രകോപനമൊന്നുമില്ലാതെ വളരെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷമാണ് കത്തികൊണ്ട് ആ മകൻ അമ്മയെ കുത്തിയത്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. 64-കാരനായ ശശിധരനാണ് മരിച്ചത്. പ്രതി അഭിരാം പിടിയിലായി. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. വീട്ടിലിരുന്ന് മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് ഈ കൊലപാതകം എന്നാണ് വിവരം. MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് ഈ വാർത്തയുടെ വിവരം തരിക. അനീഷ്, ഇപ്പോൾ തൃശ്ശൂരിൽ പാവറട്ടിയിൽ നടന്ന അരുംകൊലയുടെ കാര്യം പറഞ്ഞു തീരുന്നതേയുള്ളൂ. അപ്പോഴാണ് മറ്റൊരു അച്ഛൻ്റെ മരണം. എന്താണ് സംഭവിച്ചതോടെ?
ടോം, അങ്ങേയറ്റം ദാരുണമായൊരു സംഭവം തന്നെയാണ് കോഴിക്കോട് വെള്ളിപറമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 12 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അഭിറാം എന്ന 29 വയസ്സുള്ള യുവാവ് അയാളുടെ അച്ഛനെയാണ് വകവരുത്തിയിരിക്കുന്നത്. കുറച്ച് നാളുകളായി തന്നെ മദ്യത്തിന് അടിമയായ ഇയാൾ വീട്ടിൽ കുറച്ച് പ്രകോപനങ്ങളൊക്കെ സൃഷ്ടിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മദ്യപാന ആസക്തി വർദ്ധിച്ചതിനെ തുടർന്ന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ലഹരി വിമുക്തി കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും അവിടുത്തെ ചികിത്സ കഴിഞ്ഞൊക്കെ പുറത്തേക്ക് വരികയും ചെയ്താണ്. അന്ന് മുതൽ ഈ ലഹരി ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിച്ച സമയത്തുമൊക്കെ ഈ കുടുംബത്തോടൊരു വല്ലാത്ത പക, അല്ലെങ്കിൽ അച്ഛനോടൊക്കെ ഒരു വല്ലാത്ത പക ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെയും പതിവ് പോലെ ഇയാൾ മദ്യപിച്ച് ഏറെ വശം കെട്ട രീതിയിൽ വീട്ടിലെത്തുകയും അച്ഛനുമായി ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് തർക്കം തുടങ്ങുകയും ആ തർക്കം വലിയ ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങുകയും ഒടുവിൽ ഒരു മരക്കഷ്ണമെടുത്ത്, ഒരു പട്ടിക കഷ്ണമെടുത്ത് അച്ഛൻ്റെ തലക്കടിക്കുകയും ചെയ്തു. മറ്റ് ശരീരത്തിൽ നിരവധി മർദ്ദനത്തിൻ്റെ പാടുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആ തലക്കടിയേറ്റപ്പോൾ തന്നെ അദ്ദേഹം നിലത്ത് വീഴുകയും ശരീരമാസകലം രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് വീട്ടിലുള്ളവരും ബന്ധുക്കളുമൊക്കെ ചേർന്ന് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ജീവൻ നഷ്ടമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ പോലീസിൽ നാട്ടുകാർ വിവരം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്ന് പോലീസുകാർ വീട്ടിലെത്തി പ്രാഥമികമായ അന്വേഷണം നടത്തുകയും ഈ അഭിറാം എന്ന മകനെ, 29 വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്തായാലും ഏറെ നാളായി തന്നെ ഈ മദ്യപിച്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല ഇയാൾ. അതുകൊണ്ട് തന്നെ ഈ പിതാവുമായി വാക്കേറ്റം ഉണ്ടായപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണ് ഇക്കാര്യങ്ങൾ ചെയ്തതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ്. കാരണം കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിൽ ഈ രക്തബന്ധങ്ങൾക്ക് പോലും വില നൽകാത്ത വിധം ലഹരിക്കടിമയാവുന്ന ആളുകൾ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും ഒക്കെ വകവരുത്തുന്ന വാർത്ത നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ, അത് മദ്യമാണെങ്കിലും ഈ മയക്കുമരുന്നാണെങ്കിലും, ഇതിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുമുള്ള ഒരു വകതിരിവുകൾ ഉണ്ടാവുന്നില്ല. ഒരു തരത്തിലുമുള്ള തിരിച്ചറിവുകൾ ഇല്ലാതെ അത് അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ സഹോദരനാണോ എന്നൊന്നും നോക്കാതെ ഉള്ള പ്രതികരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പെരുമാറ്റം ഉണ്ടാവുന്നത് നമ്മളൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ ഉള്ള സംഭവത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് വെള്ളിപറമ്പിൽ നടന്നിരിക്കുന്നത്. മദ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ, ഈ നിയമത്തിൻ്റെ ഒരു കർക്കശ്യം ഒക്കെ ഉയരുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും വലിയ ഒരു സ്വാധീനം ചെലുത്താൻ ഒരുപക്ഷെ കഴിയുന്നില്ല എന്ന് പോലും സംശയം ഉയർത്തുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തായി കേൾക്കുന്നത്. എന്തായാലും വെള്ളിപറമ്പിലെയും അത്തരമൊരു സംഭവമായി തന്നെ കണക്കാക്കാം. ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ അയച്ചതിൻ്റെ പക കൂടി ഈ അഭിരാമിന് സ്വന്തം പിതാവിനോട് ഉണ്ടായി എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം കാര്യമായ ജോലിക്കൊന്നും പോകാതെ എന്തെങ്കിലും കാര്യങ്ങളിലൂടെ പണം സമ്പാദിക്കുകയും ആ സമ്പാദിക്കുന്ന പണം പൂർണ്ണമായും ലഹരി ഉപയോഗത്തിനായി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് യുവതലമുറ വഴിതെറ്റി പോകുന്നല്ലോ എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു അവസാനത്തെ ഉദാഹരണം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ വെള്ളിപറമ്പിലെ സംഭവത്തെ പറയാം. എൽദോ, അനീഷ്, ഇയാൾ മദ്യപിക്കുകയായിരുന്നു വീട്ടിലെന്ന് പറയുന്നു. അതിനുമപ്പുറം മദ്യം എന്നതാണോ അയാളുടെ ഈ ലഹരിയുടെ സ്രോതസ് സ്ഥിരമായി? ഇയാളെ നേരത്തെ ഈ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കിയപ്പോൾ അതിൻ്റെ കാരണം മദ്യപാനമാണോ അതോ മറ്റെന്തെങ്കിലും ലഹരിയാണോ? മാത്രമല്ല, നേരത്തെ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചതിന് ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസോ, ഞാൻ ഉദ്ദേശിച്ചത് സിന്തറ്റിക് തരത്തിൽ ഉപയോഗമുണ്ടോ എന്നാണ്. ഈ രാസലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ചിത്രം വ്യക്തമല്ല. പക്ഷേ ഇയാൾ മദ്യത്തിന് വലിയ തോതിൽ അടിമയായിരുന്നു, അല്ലെങ്കിൽ മദ്യാസക്തി വലിയ തോതിൽ പ്രകടിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ മുതൽ തന്നെ പലപ്പോഴും മദ്യപിച്ച് ഏതാണ്ട് അബോധാവസ്ഥയിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുകയും വീട്ടിലിരുന്നും ഈ പുറത്ത് പോയി മദ്യപിച്ച ശേഷം പിന്നീട് കയ്യിൽ കരുതി വീട്ടിലിരുന്ന് പോലും മദ്യപിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു ഇയാൾ. അതുകൊണ്ട് തന്നെയാണ് കുടുംബവും ബന്ധുക്കളുമൊക്കെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ലഹരി ചികിത്സാ കേന്ദ്രത്തിൽ മാറ്റുകയും അവിടെ ആ ചികിത്സയ്ക്കൊക്കെ വിധേയനാവുകയും ചെയ്തു. പക്ഷേ അത്തരം ചികിത്സയ്ക്ക് ശേഷവും ഒരു തരത്തിലുള്ള മാറ്റം ഇയാളിൽ സൃഷ്ടിക്കാൻ ആ ചികിത്സയ്ക്ക് പോലും കഴിഞ്ഞില്ല. അല്ലെങ്കിൽ പൂർവാധികം ഒരു പകയോടുകൂടി അത് ആ ചികിത്സയ്ക്ക് കൊണ്ടുപോയതിൻ്റെ കൂടി പക കുടുംബത്തോട് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. നിലവിൽ ഇന്നലെ മദ്യമാണ് കഴിച്ചത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ മദ്യപാനാസക്തിയാണ് ഏറെ പ്രകടമാക്കുന്നതെന്നാണ്. പക്ഷേ നമുക്ക് ലഹരിയുടെ ഉപയോഗവും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ലഹരി ഉപയോഗിക്കുമ്പോഴാവും, അല്ലെങ്കിൽ
രാസലഹരിയുടെ ഉപയോഗമാണ് പലപ്പോഴും ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അമ്മയാണോ അച്ഛനാണോ സഹോദരനാണോ സഹോദരിയാണോ മുന്നിലുള്ളത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ പ്രകോപനത്തിന് പോലും വീണുപോവുക, അല്ലെങ്കിൽ അത്തരമൊരു പ്രകോപനത്തിന് വീണുപോയാലും ഈ വാക്കുതർക്കത്തെക്കാളൊക്കെ ഉപരി അടിച്ച് വകവരുത്താൻ തക്കവണ്ണം ഒരു മൃഗതൃഷ്ണയിലേക്ക് നീങ്ങുക, ഇതൊക്കെ ഈ ലഹരി ഉപയോഗത്തിൻ്റെ ഒരു മറുപുറമാണ്. എന്തായാലും നമുക്ക് അത്തരം സാധ്യതകൾ കൂടി തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലാണ് ഇത് ചെയ്തതെന്ന് പോലീസിൽ പറയുന്നു. പക്ഷേ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഉപരി നേരത്തെ മുതൽ തന്നെ ഒരു പകയും പ്രതികാര വാഞ്ചയുമൊക്കെ ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് FIR-ലൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ ലഹരി പുനരധിവാസ കേന്ദ്രത്തിലേക്ക് വിട്ട് തൻ്റെ മദ്യപാനം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ ഈ കുടുംബം ഒരു തീരുമാനം എടുത്തതും അത്തരമൊരു ചികിത്സാ കേന്ദ്രത്തിലേക്ക് എത്തിച്ചതും ഒരു വലിയ പകയായി ഒരുപക്ഷെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാവാം. അത്തരമൊരു പകയാണ് പിന്നീട് ഈ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ സ്വന്തം പിതാവുമായി തർക്കത്തിൽ മുതിർന്നപ്പോൾ ആ പ്രകോപനം കൂടി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ആ പക കൂടി ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാവാം ഇത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്യാൻ ഇയാൾക്ക് തോന്നൽ ഉണ്ടായത്. എന്തായാലും അങ്ങേയറ്റം കാരണമായ ഒരു സംഭവം തന്നെയാണ് ഈ വെള്ളിപ്പറമ്പിലേത്. എന്തോ അങ്ങേറ്റം ദാരുണമായിട്ടുള്ള സംഭവമാണ് വെള്ളിപ്പറമ്പിലേത്. പ്രതിയായിട്ടുള്ള മകൻ ലഹരിക്ക് അടിമയാണ് എന്നാണ് അനീഷ് പറയുന്നത്. മാത്രമല്ല അയാളെ ഡി അഡിക്ഷൻ സെൻ്ററിൽ വിട്ടതിൻ്റെ ഒരു പക കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ് മകൻ്റെ അടിയേറ്റ് അച്ഛൻ അതിദാരുണമായി മരിച്ചത്. 64 വയസ്സുള്ള ശശിധരൻ എന്ന അച്ഛനാണ് മരിച്ചത്. പ്രതി അഭിറാം പോലീസിൻ്റെ പിടിയിലുണ്ട്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്. കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക. കാസർഗോഡ് ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താൻ കഴിയാതെ പോലീസ്.
തൂങ്ങി മരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മീപ്പുഗിരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തു വന്നതോടെ ഈ സംഭവം കൂടുതൽ ചർച്ചാ വിഷയമാകുന്നു. കാസർഗോഡ് ഒരു മാസത്തിനിടെ 7ലധികം ആത്മഹത്യയാണ് നടന്നത് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്നതാണ്. ആദ്യം KV ബൈജുവിലേക്ക് പോകുന്നു. ബൈജു, ഈ മരണത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഇന്നലെ ആ വാർത്ത വരുമ്പോൾ തന്നെ അച്ഛനും മകളും എന്തിന് എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ നിലനിന്നിരുന്നു. അതിന് ഉത്തരവുമില്ലായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പോലീസിനും കഴിയുന്നില്ലേ? എൽദോ, ഇതുവരെ അതിലൊരു വ്യക്തത പോലീസിന് വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഇതിൽ അനുശ്രീ, ഈ വൈഷ്ണവി എന്ന് പറയുന്ന ഈ +2 വിദ്യാർത്ഥിനി യുടെ ഒരു മരണം, അതാണ് ഈ ഗണേശൻ എന്ന് പറയുന്ന കുട്ടിയുടെ പിതാവിനെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ഇടയ്ക്കെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. പക്ഷേ എന്തിനാണ് വൈഷ്ണവി ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തു എന്ന കാര്യത്തിൽ ഇതുവരെ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ അസ്വാഭാവിക മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും പോലീസിന് ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ ഇതുവരെ ഇല്ല എന്ന് വേണം പറയാം. ഇതിൽ പ്രധാനമായും പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തൂങ്ങിയ മരണമാണെന്നാണ്. അസ്വാഭാവികമായി മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ വൈഷ്ണവിക്ക് ഏതോ തരത്തിലുള്ള വലിയ മാനസിക പ്രയാസം ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഇവരുടെ ഈ അയൽവാസികൾ, അതോടൊപ്പം ഈ വൈഷ്ണവിയുടെ കൂടെ പഠിക്കുന്ന സഹപാഠികളെ ഉൾപ്പെടെ പോലീസ് മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വലിയ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇന്നലെ ഈ ഇത് സംബന്ധിച്ചുണ്ടായത്. ഇതിൽ മറ്റൊരു കാര്യം എൽദോ സൂചിപ്പിച്ചതുപോലെ ഇതേ വീട്ടിൽ 2025 ആഗസ്റ്റ് മാസം, ഇതേ മാസം തന്നെ 2 മരണം നടന്നിരിക്കുന്നു. അതും അച്ഛനും മകനും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം കൂടി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പോലീസ് പറയുന്നത് ഈ ആദ്യം ഇങ്ങനെ മകളെ മരിച്ച നിലയിൽ കാണുന്നു. അയൽവാസികളോട് ഗണേശൻ പോയി സംഭവം പറയുന്നു. പിന്നീട് അത് അത്ര വിശ്വസിച്ചിരുന്നില്ല അവർ ഇങ്ങനെ. പക്ഷേ പിന്നീട് വന്ന് നോക്കുമ്പോഴേക്കും ഗണേശൻ വാതിലുകളെല്ലാം അടച്ചിട്ടിരുന്നു. പിന്നെ പോലീസിനെ അറിയിക്കും, വാതിൽ തകർത്താണ് ഇതിനകത്ത് കിടന്നത്. അപ്പോൾ ഒരേ ഹുക്കിൽ തന്നെ അച്ഛനും മകളും തൂങ്ങി മരിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഇതിങ്ങനെ ഒരു മകൾ മരിച്ചത് കണ്ട് അച്ഛൻ ഒരു പക്ഷേ അതിന്റെ മനോവിഷമത്തിലായിരിക്കാം ആ ജീവനൊടുക്കുക എന്നാണ് പോലീസിന്റെ നിഗമനം. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും വലിയ ഒരു കാര്യങ്ങൾ പുറത്തു വരേണ്ടത് വൈഷ്ണവിക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് എന്താണെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എൽദോ തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം കാസർഗോഡ് ജില്ലയിൽ 5ലധികം അസ്വാഭാവിക മരണങ്ങൾ രജിസ്റ്റർ ചെയ്തു എന്നാണ്. അതിൽ ഏറ്റവും ഇതിന് തൊട്ടു മുൻപുണ്ടായത് പ്രതിശ്രുത വരനും വധുവും ജീവനൊടുക്കുന്ന സാഹചര്യമാണ്. അവർ ബാങ്ക് ജീവനക്കാരാണ്, ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയുള്ള ഡിസംബർ 26 വിവാഹം നിശ്ചയിച്ച പ്രതിശ്രുത വരനും വധുവും ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അത് പൂച്ചക്കാടാണ്. പൂച്ചക്കാട് അനുശ്രീ, അതോടൊപ്പം അമൽ എന്ന് പറയുന്ന 2 പേരാണ്. ഇതിനു മുമ്പ് തന്നെ കലക്ടറേറ്റിലെ ഒരു ആശാലത എന്ന് പറയുന്ന UD ക്ലർക്ക് ജീവനൊടുക്കിയ സംഭവം വലിയ തോതിൽ ചർച്ച ആയ സംഭവമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതികരിക്കുന്ന പല രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ച ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ പോലീസിന് ഈ സംഭവങ്ങളിലൊന്നും യഥാർത്ഥ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഐജ മഹേഷ് എന്ന് പറയുന്ന രാമണേശ്വരം മുക്കൂടുള്ള വിദ്യാർത്ഥിയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടിയുടെ സഹോദരൻ തൊട്ടു പിന്നാലെ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. അർജുൻ മഹേഷ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ സഹോദരൻ. അങ്ങനെ തുടർച്ചയായ ദിവസങ്ങളിൽ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കയാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാക്കുന്നത്. അതിനും അപ്പുറം എന്താണ് ഈ ഒരു സംഭവത്തിനെല്ലാം പിന്നിൽ, ഇവർക്ക് എത്രത്തോളം മാനസിക പ്രയാസം ഉണ്ടായി, മറ്റേതെങ്കിലും സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളുണ്ടായോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. ഇത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതിനൊന്നും വ്യക്തതയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗണേശന്റെയും വൈഷ്ണവിയുടെയും ഈ ഒരു മരണത്തിലും കൃത്യമായ കാരണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. പലപ്പോഴും ഇത്തരം കേസുകൾ തുടക്കത്തിൽ വലിയ വാർത്തയാകും, വലിയ വിവാദങ്ങളാകും, വലിയ ചർച്ചയാകും. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോലീസിന്റെ അന്വേഷണം താഴോട്ട് പോകുന്നതാണ് നമുക്ക് പല കേസുകളിലും കാണാൻ സാധിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശാലതയുടെയൊക്കെ വലിയ വിവാദമായതാണ്. UD ക്ലർക്കാണ്, കലക്ടറേറ്റിലെ ജീവനക്കാരിയാണ്. ഐസ്ക്രീമിൽ വിഷം കലർത്തി കാറിനകത്ത് കലക്ടറേറ്റ് കോമ്പൗണ്ടിനകത്ത് നിന്ന് ജീവനെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രത്തോളം മാനസിക വിഷമം ഉണ്ടാക്കിയ എന്താണ് സംഭവം എന്ന് പോലും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല.
ഉണ്ടായിട്ടില്ല. ഇവർക്ക് വലിയ സന്തോഷത്തിലായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴും അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെട്ടെന്ന് ജീവനൊടുക്കാനുള്ള സാഹചര്യം എന്നത് വലിയ തോതിലുള്ള ചർച്ച കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഗണേഷിന്റെയും വൈഷ്ണവിയുടെയും കേസിലെങ്കിലും സത്യാവസ്ഥ പുറത്തു വരണം. വൈഷ്ണവിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം ഈ കേസിൽ നടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്ത് കേന്ദ്രീകരിച്ച് സ്കൂളിലെ സുഹൃത്തുക്കളോടൊക്കെ പോലീസ് ഈ കാര്യങ്ങൾ തിരക്കിയിട്ടില്ലേ? വൈഷ്ണവിക്ക് അത്തരങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോയിട്ടില്ലേ? ഇനി ആ അച്ഛനും മകളും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസിക്കുന്നത്? എൽദോ അച്ഛനും മകളും മാത്രമല്ല, ഇവരുടെ ഈ അമ്മയുണ്ട്. അമ്മ ഹോം നേഴ്സാണ്. കർണാടകയിലെ സ്ഥലത്ത് ഒരു വീട്ടിലായിരുന്നു ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്നത്. ഈ സംഭവ സമയത്ത് അവർ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ഒരു മകളാണ്. മകൾ കുമ്പള എന്ന് പറയുന്ന സ്ഥലത്ത് വിവാഹം കഴിച്ച് അവിടെ ഭർത്ത വീട്ടിലാണ് താമസം. പിന്നുള്ള മകനാണ്. ഒരു മകൻ കാറ്ററിംഗിന്റെ ജോലിക്ക് അന്ന് പോയിരുന്നു. രാത്രി വിവരം അറിഞ്ഞതിന് ശേഷമാണ് ഈ മകൻ വീട്ടിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇവരുടെ എല്ലാ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് ശനിയാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ്. ഞായറാഴ്ച പകലാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇന്നാണ് സ്കൂൾ തുറന്ന് ഇവരുടെ സഹപാഠികളെ ഉൾപ്പെടെ പോലീസ് മൊഴി രേഖപ്പെടുത്തുള്ളത്. കാരണം ഇന്നലെയൊക്കെ സ്കൂൾ അവധി ആയതുകൊണ്ട് ഇന്നാണ് പോലീസ് അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് എന്താണ്, വൈഷ്ണവിക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ല ഇവരുടെ കുടുംബത്തിൽ തന്നെ വൈഷ്ണവിക്ക് അത്രത്തോളം താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അന്വേഷണമായി മുന്നോട്ട് പോലീസ് പോകുന്നുണ്ട്. അതിനിടയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇതേ വീട്ടിൽ തന്നെ മറ്റ് 2 മരണങ്ങൾ, ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണങ്ങൾ, അതും അച്ഛനും മകനും തന്നെ. അതിന് പിന്നാലെ തന്നെ അച്ഛനും മകളും മരിക്കുന്ന സാഹചര്യം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹുക്കിലാണ് ഇത്തരത്തിൽ വൈഷ്ണവി തൂങ്ങിയത്. അതേ ഹുക്കിൽ തന്നെ അച്ഛനും തൂങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇതിൽ എന്താണ് കാരണം എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം അതും പുറത്തു വരേണ്ടതുണ്ട്. ഒരു സംഭവത്തിലും പോലീസിന് കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഒക്കെ ഇവർ മൊഴിയെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും പോലീസിന് കൃത്യമായ കാരണം കണ്ടെത്താൻ കഴിയുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കൃത്യമായ ബോധവൽക്കരണം, പ്രത്യേകിച്ച് സ്കൂൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്കൊക്കെ +1 +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ചെറിയ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പേരിലൊക്കെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ട്. അത് വളരെ നിസ്സാരമായി ഇംപ്രൂവ്മെന്റ് എഴുതി അല്ലെങ്കിൽ മറ്റു തരത്തിൽ പാസ്സായി അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുന്നത് പോലും അത് മനസ്സിൽ വെച്ച് അല്ലെങ്കിൽ അത് പുറത്ത് ആരോടും പറയാത്ത രീതിയിലൊക്കെ ഈ ജീവനെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. എന്നാലും ഈ സംഭവത്തിൽ ഒരു കൃത്യമായ കാരണം അതെന്താണെന്ന് അറിയണമെന്നൊരു ആവശ്യവും ഇപ്പോൾ കുടുംബവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ദുരൂഹമായിട്ടുള്ള ഒരുപാട് മരണങ്ങൾ ആ കാസർഗോഡ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്നാണ് ഈ വൈഷ്ണവിയുടെയും അച്ഛൻ്റെയും മരണം. അതിലും ഒരു വ്യക്തത വന്നിട്ടില്ല. അതിൻ്റെ കാരണം തേടുകയാണ് ആ ഉറ്റവർ, ആ ബന്ധുക്കൾ, അയൽക്കാരെല്ലാവരും. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് ചേർന്നത്. സ്പോട്ട് ലൈവിൽ ഒരിടവേള കൂടി. മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്. കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിനു പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ
കോതമംഗലം MA കോളേജിൽ ജീവനൊടുക്കിയ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മിച്ചി മർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. മിച്ചി മർപ്പുവിന്റെ മാതാപിതാക്കൾ ഇന്നലെ എത്തിയിരുന്നു. അരുണാചൽ പ്രദേശ് സ്വദേശിയും ബിടെക് 2ാം വർഷ വിദ്യാർത്ഥിയുമായിട്ടുള്ള മിച്ചി മർപ്പുവിനെ കഴിഞ്ഞ ദിവസമാണ് വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ നേടാൻ കഴിയാത്തതിനാൽ ഇയർ ഔട്ട് ആകുമെന്ന ഭയമാണ് ജീവനൊടുക്കാൻ കാരണമായതെന്നാണ് സഹപാഠികളുടെ ആരോപണം. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരം നൽകും. ആജ്ഞ, ഈ കോളേജുകളിലെ പ്രശ്നം അത് നമ്മുടെ നാട്ടിലും അത് ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരമാണ്. MA കോളേജ് എന്നാൽ കോതമംഗലത്തെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കോളേജുമാണ്, വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കോളേജ്. എന്താണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത്? വിദ്യാർത്ഥികൾ ഇന്നലെ വലിയ സമരം നടത്തിയിരുന്നു, പ്രതിഷേധം നടത്തിയിരുന്നു. ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് അവർ പിരിഞ്ഞു പോയതും. എന്താണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ ഒരു തീരുമാനത്തിലേക്ക് കോളേജ് മാനേജ്മെന്റും വിദ്യാർത്ഥികളും എത്തിയിട്ടുള്ളത്? എഴുതപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് അനുകൂലമായി മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ MA കോളേജ് ഒരു ഓട്ടോണമസ് ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഈ ക്രെഡിറ്റ് സ്കോർ തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ വാദം. അങ്ങനെയാണ്. മാത്രമല്ല, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താഴെയുള്ള മറ്റെല്ലാ കോളേജുകളിലും 18 ക്രെഡിറ്റ് സ്കോർ. പക്ഷേ ഇവര് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, MA കോളേജ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 22 ആണ്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും ഈ ക്രെഡിറ്റ് സ്കോർ നേടാനുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. 20-ലധികം വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ക്രെഡിറ്റ് സ്കോർ മിസ്സായിട്ട് ഇയർ ഔട്ടായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, നിരവധി വിദ്യാർത്ഥികൾ ഇതിനു മുൻപും ഇത്തരം ഈ ക്രെഡിറ്റ് സ്കോറിന്റെ ഈ സ്കോർ ഇത് 22 എന്നുള്ളത് 18 ആക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതുമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഈ മിച്ചി മർപ്പു 3ാം വർഷ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. ഈ പല പേപ്പറുകളും നേടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഒരു പേപ്പറിന് 6000 രൂപയാണ് സേ പരീക്ഷയ്ക്ക് ഈടാക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിരവധി പേപ്പറുകൾ ഉള്ളപ്പോൾ അത്തരം ഒരു വലിയ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ ആളുമല്ല മിച്ചി മർപ്പു. അങ്ങനെയുള്ള നിരവധി കുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ വസ്തുത. ഈ വിദ്യാർത്ഥികളെ എഡ്യൂക്കേഷൻ ലോൺ എടുത്തും അല്ലാതെയും കടം വാങ്ങിയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രക്ഷിതാക്കൾ കടക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. അത്തരം ഈ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അത്തരം വലിയ അത് എടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. കാരണം അത്തരം വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വലിയ തുകകൾ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യവും ആ ചെലവഴിച്ച തുകയ്ക്ക് ഉള്ള സാഹചര്യമോ സാധ്യതയുമില്ലാത്ത കുടുംബങ്ങൾ പലരും ഇത്തരത്തിൽ കടക്കണിയിലാകുന്ന സാഹചര്യം ഒക്കെ ഒരു വലിയ വിഷയമായിട്ട് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും അരുണാചൽ പ്രദേശിൽ നിന്നും ഇവിടെ എത്തിയ ബിടെക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി എത്തിയ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലും അവന്റെ ഈ ഭാവിയിലേക്കുള്ള പഠനത്തിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്താൻ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യവും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് മിർച്ചി മർപ്പു എന്ന് പറയുന്ന ആ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിലേക്ക് അത് നയിച്ചത് എന്നാണ്. കാരണം 2 മാസമായിട്ട് അയാൾ ഹോസ്റ്റലിൽ നിന്നും പുറത്തായിരുന്നു. പിന്നീട് ഒരു വാടക വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ വാടക വീട്ടിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. ഈ ഇയർ ഔട്ട് ആകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മിർച്ചി മർപ്പുവിനെ അലട്ടിയിരുന്നു. മാത്രമല്ല, ഈ സേ പരീക്ഷയ്ക്കുള്ള പണം തുക ഓരോ പേപ്പറിനും 6000 രൂപ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് വലിയ ശരാശരി സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഒരു വലിയ തുക തന്നെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് കണ്ടെത്താനുള്ള ഒരു ആശങ്കയും ആ ചെറുപ്പക്കാരനെ അലട്ടിയിരുന്നു എന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാധ്യത ഇതാണ്. ഈ 22 എന്ന് പറയുന്ന ക്രെഡിറ്റ് സ്കോർ അത് 18 ആക്കുക എന്ന് തന്നെയാണ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം, യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള മറ്റെല്ലാ കോളേജുകളിലും ഈ ബിടെക്കിന് വെച്ചിരിക്കുന്ന ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത് 18 ആണ്. 18 ആക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ റോജിയും ജോണും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മിർച്ചി മർപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ അരുണാചൽ പ്രദേശിൽ നിന്ന് അദ്ദേഹത്തിന്റെ പാരന്റ്സ് മാതാപിതാക്കൾ എത്തിയിട്ടുണ്ട്. ഇന്ന് മൃതദേഹം വിട്ടു നൽകാനുള്ള നീക്കത്തിലേക്കാണ്. അത് പൊതുദർശനം കൂടി കഴിഞ്ഞിട്ട് ഈ മൃതദേഹം വിട്ടു നൽകാനുള്ള സാഹചര്യം. പക്ഷെ മൃതദേഹം അങ്ങോട്ട് കൊണ്ടുപോകുന്ന സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ കൂടി സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതും. അങ്ങനെയാണ്. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി. ഇനി തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തോ ഈ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മിർച്ചി മർപ്പു മാത്രം ആണോ ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിന് ഇടയായിട്ടുള്ളത്? അത്തരം നിരവധി വിദ്യാർത്ഥികളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ചിട്ടും ഇത്തരം, അതായത് ഇതുമായി ബന്ധപ്പെട്ട ടെൻഷൻ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ വലിയ ഫീസ് കണ്ടെത്തേണ്ടുന്ന ഉത്തരവാദിത്വം, വലിയ ഫീസ് കണ്ടെത്തുന്ന ടെൻഷൻ, ഈ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന കാര്യം
മറികടക്കാനുള്ള മറ്റൊരു ടെൻഷൻ, അത്രയും വലിയ ഭാരിച്ച മാനസിക സമ്മർദ്ദത്തിലാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടില്ല, അല്ലെങ്കിൽ പഠിപ്പ് നിർത്തിയിട്ട് മറ്റു വിദ്യാർത്ഥികളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും പോലീസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കും, അധ്യാപകരുടെ മൊഴിയെടുക്കും, മറ്റ് രക്ഷിതാക്കളുടെ മൊഴിയെടുക്കും. അത്തരത്തിൽ ഈ അന്വേഷണം വരും ദിവസങ്ങളിൽ അന്വേഷണം ഉണ്ടാകും. എന്തായാലും മിർച്ചി പപ്പുവിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അത് ഈ അരുണാചൽ പ്രദേശിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് ഉള്ള തടസ്സങ്ങൾ നീക്കി നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും എല്ലാ സഹായവും ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. എൽദോ ആജ്ഞ, ഈ കുട്ടി എന്തെങ്കിലും സൂയിസൈഡ് നോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ? ഈ അവിടെ നാട്ടിൽ നിന്നെത്തിയ അവൻ്റെ ബന്ധുക്കൾ, വീട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? നേരത്തെയും കോളേജിലെ ഈ പ്രശ്നം അവനെ അലട്ടിയിരുന്നു എന്നുള്ള ഒരു കാര്യം അവരും പങ്കുവെക്കുന്നുണ്ടോ? ഈ പാരൻസ് എത്തിയപ്പോഴും അവരും ഈ ഒരു കാര്യം, അതായത് ഈ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ് മിർച്ചി പപ്പുവിനെ സംബന്ധിച്ചിട്ട് വലിയ ടാസ്കായി കണ്ടിരുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാനേജ്മെന്റ് ഒരു പേപ്പറിന് 6,000 രൂപയാണ്, സേ പരീക്ഷയ്ക്ക് ഒരു പേപ്പറിന് 6,000 രൂപയാണ് ഒരു വിദ്യാർത്ഥി കെട്ടിവെക്കേണ്ടി വരിക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ 22 എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് സ്കോർ ആക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് പലർക്കും, ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് അത് പല ഘടകങ്ങളുണ്ട്. അത്തരം ഈ ഘടകങ്ങളെല്ലാം കൂടി വന്ന് 22 ക്രെഡിറ്റ് സ്കോർ എന്നുള്ളത് പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ടാസ്കായി മാറുകയും അവർ വീണ്ടും അടുത്ത പരീക്ഷ അതല്ലെങ്കിൽ സേ എഴുതാനുള്ള നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുകയാണോ മാനേജ്മെന്റ് എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കിയാവുന്നത്. അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഈ സേ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 22 ക്രെഡിറ്റ് സ്കോർ എത്താൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടലുകൾ മാനേജ്മെന്റിന്റെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, വിദ്യാർത്ഥികളെല്ലാവരും പറഞ്ഞിരുന്നത് ഈ മിർച്ചി പപ്പു എന്ന് പറയുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. 2 മാസത്തോളമായി ഇയർ ഔട്ട് ആകും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം അതിഭീകരമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ആ മാനസിക സമ്മർദ്ദം മറികടക്കാനാകാതെ തന്നെയാണ് മിർച്ചി പപ്പു സൂയിസൈഡിലേക്ക് എത്തിയത്. സൂയിസൈഡ് നോട്ടൊന്നും കണ്ടെത്തിയതായിട്ടുള്ള വിവരങ്ങളില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ സഹപാഠികളും ഒപ്പമുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ സാമ്പത്തികം കണ്ടെത്തുന്നതായിരുന്നു ഇദ്ദേഹത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന വലിയ ടാസ്ക് അതായിരുന്നു, അല്ലെങ്കിൽ വലിയ ചിന്ത അതായിരുന്നു. അത്തരം ആശങ്കയായിരുന്നു. അത് മറ്റു വിദ്യാർത്ഥികൾക്കും അത്തരം ആശങ്കകളുണ്ട്. ഇത്തരം സേ പരീക്ഷകൾ എഴുതേണ്ടി വരുന്ന അത് ഒരു സബ്ജക്റ്റ് എന്നുള്ളത് 3-4 സബ്ജക്റ്റ് ആകുമ്പോൾ അതിന്റെ ഈ തുക വർദ്ധിക്കുകയാണ്. അത്തരം ഒരു പേപ്പറിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് തുക വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ ഈ കുട്ടികൾ കണ്ടെത്തുന്നുണ്ട്. 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഇത്തരം വലിയ മാനസിക സമ്മർദ്ദമാണ് ഇവർക്ക് പഠനത്തോടൊപ്പം ഈ മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആരോപണവും. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആവശ്യം പരിഹരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം എന്ന് തന്നെയാണ് മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നതും. അതനുസരിച്ചിട്ട് മന്ത്രി ആ കാര്യം തന്നെയാണ് മാനേജ്മെന്റുമായി ഈ കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കുമെന്ന് തന്നെയാണ് മന്ത്രിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും തുടർ നടപടികൾ ഉണ്ടാകും. ഈ മിർച്ചി പപ്പുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. മറ്റു സഹപാഠികളുടെ മൊഴിയെടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. മറ്റു വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രശ്നങ്ങളുമായി ഫേസ് ചെയ്തിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികളുണ്ട്. അവരുടെ മൊഴിയെടുക്കേണ്ടി വരും. അവരുടെ പാരൻസിന്റെയും അധ്യാപകരുടെയും മൊഴിയെടുക്കുന്ന സാഹചര്യത്തിലേക്കും പോലീസ് കടക്കും. ശരി ആജ്ഞ, മിർച്ചി പപ്പു എന്ന ആ യുവാവിൻ്റെ, ആ വിദ്യാർത്ഥിയുടെ മരണം അത് വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. അവിടുത്തെ ക്രെഡിറ്റ് സ്കോറിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം വിദ്യാർത്ഥികൾ ഉയർത്തുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തി. എന്തായാലും കാര്യങ്ങൾ നിലവിൽ പ്രതിഷേധം അമർന്നിട്ടുണ്ട്. പക്ഷേ ആ യുവാവിൻ്റെ, ആ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ഇനി ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന സാഹചര്യമാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മറുനാട്ടിൽ നിന്നെത്തിയ ഒരു വിദ്യാർത്ഥി, അവന് നമ്മുടെ നാട്ടിൽ വെച്ച്, കേരളത്തിൽ വെച്ച് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. മാർത്താണ്ഡം കരിങ്കലിൽ
സ്വകാര്യ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വിദ്യാർത്ഥി വീണ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. പ്രതിഷേധിക്കാനെത്തിയ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നും കയ്യേറ്റം ചെയ്തു എന്നുമാണ് ആരോപണം. മാർത്താണ്ഡം കരുങ്കൽ ബെത്ലഹേം നഴ്സിംഗ് കോളേജിൽ അവിടെ വെച്ചായിരുന്നു സംഭവം. അരുൺ മോഹൻ ചേരുന്നതിന്റെ വിവരങ്ങളുമായി. അരുൺ, ഈ തിരുവനന്തപുരംകാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി അവിടെ ജീവനൊടുക്കുന്ന സാഹചര്യം, അത് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ഗുരുതര പരിക്കോടുകൂടിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ നമുക്ക് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ ആ വളരെ മര്യാദയുള്ള ഒരു പ്രതിഷേധത്തെ എന്തിനാണ് അവർ അടിച്ചമർത്താൻ ശ്രമിച്ചത്? കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു ഈ സംഭവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ പറയുന്ന മാർത്താണ്ഡത്തെ ബദിനി എന്ന് പറയുന്ന നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി, 3-ാം വർഷ വിദ്യാർത്ഥിയായ അൻസിജി എന്ന 21-കാരിയാണ് ഈ 3-ാം നില കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണ നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് ഈ കുട്ടിയെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നെയ്യാറ്റിങ്കലിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാര്യമായ പുരോഗതി ഇല്ലാത്തതിനാൽ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിക്കുകയും അവിടെ വെച്ച് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയം മുതൽ തന്നെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിച്ചായിരുന്നു ഈ പറയുന്ന കോളേജ് അധികൃതർക്കെതിരെ വന്നിരുന്നത്. കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കുട്ടിയെ മൊബൈൽ ഫോണിന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് പറയുകയും അതിനെക്കുറിച്ചുള്ള പരിശോധന നടത്തുകയും മണിക്കൂറുകളോളം പരിശോധന നടത്തി കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആസ്പദമായ ഒരു കാരണം പറയുന്നത്, ഒരു വർഷം മുമ്പ് ഈ കോളേജിൽ ഒരു ഭക്ഷ്യം നൽകിയ ഭക്ഷണത്തിന് ഉണ്ടായതിൽ ഗുരുതരമായ ഒരു പിഴവുണ്ടാകുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് കുട്ടികൾ രംഗത്തെത്തുന്നു. ഇതിനൊക്കെ നേതൃത്വം നൽകിയത് അൻസിജ അടങ്ങുന്ന വിദ്യാർത്ഥികളായിരുന്നു. ഇത് ഹോസ്റ്റലിലായിരുന്നു സംഭവം നടക്കുന്നത്. തുടർന്ന് അന്ന് മുതൽ ഈ മാനേജ്മെന്റിന്റെ ഒരു നോട്ടപ്പുള്ളിയായി ഈ കുട്ടി മാറുകയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. ആ സമയം മുതൽ കുട്ടിയെ മാനസികമായ പല സമയങ്ങളിൽ ഹറാസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരത്തിൽ ഉണ്ടാകുന്നു. അത് കൂട്ടിയാടിയോടൊക്കെയും ഈ കുട്ടി പങ്കുവയ്ക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നല്ല ബോൾഡായ ഒരു കുട്ടിയാണ് ഈ പറയുന്ന അൻസിജ. കുട്ടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം ഉൾപ്പെടെ ഈ പറയുന്ന രക്ഷിതാക്കളും കുട്ടികളും മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും ഇന്നലെ മരണത്തിന് കീഴടങ്ങിയ കുട്ടിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ഈ പറയുന്ന കോളേജിലെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള മാനേജ്മെന്റിനെതിരെ അവർക്കെതിരെ ഈ അന്വേഷണം വേണമെന്നും ശക്തമായ നടപടി വേണമെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇന്ന് ഒരു കൂട്ടം വിദ്യാർത്ഥികളും സഹപാഠികളും ഉൾപ്പെടെ കോളേജ് മുന്നിൽ എത്തുന്നത്. എന്നാൽ അവിടെ എത്തിയ പോലീസ് സംഘം വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഉയരുന്നത്. മർദ്ദിക്കുകയും ഈ പറയുന്ന പല കുട്ടികളെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറയുന്നു. അതിലൊക്കെ ഉപരി മറ്റൊരു വിഷയം, ഇന്നലെ മുതൽ തന്നെ കുട്ടി മരിച്ച സമയം മുതൽ തന്നെ കുടുംബം മുന്നോട്ട് വെച്ചൊരു വിഷയമായിരുന്നു ആർടിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹ പരിശോധന ഉൾപ്പെടെ നടത്തണം എന്നുള്ളതായിരുന്നു തമിഴ്നാട് ആർടിയുടെ. പക്ഷേ ആ സമയം മുതൽ ഈ പറയുന്ന തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് കരിങ്കൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നല്ലൊരു സമീപനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് ആരോപണം കുടുംബം പറയുന്നു. കാരണം ഇവർ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് പെരുമാറുന്നു എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇന്നും ഈ നിമിഷം വരെ ഈ പറയുന്ന കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടെങ്കിലും ആർടിഒ എത്തിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആർടിഒ എത്തിയിട്ടില്ല. കരിങ്കൽ പോലീസ് എത്തിയെങ്കിലും ആർടിഒ എത്തിയില്ല. അവിടെയും പ്രതിഷേധം ഇപ്പോൾ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. എന്തായാലും കുട്ടിയുടെ മൃതദേഹം തമിഴ്നാട്ടിൽ നിന്നെത്തിയ ആർടിഒ എത്തി പരിശോധന നടത്തിയാൽ മാത്രമേ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിട്ടു നൽകാൻ അല്ലെങ്കിൽ സ്വീകരിക്കും എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് കേരള തമിഴ്നാട് MLA-മാർക്കും ഉൾപ്പെടെ ഈ പറയുന്ന കുടുംബം നിവേദനവും പരാതിയും നൽകിയിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇത് ആവശ്യം ഉന്നയിച്ചിട്ട്. പക്ഷേ ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഇതിനൊരു നടപടിയിൽ എത്തിയില്ല. ഇത് രണ്ട് സംസ്ഥാനങ്ങളിലെ ഒരു വിഷയമായതിനാൽ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആശയക്കുഴപ്പം മറ്റുള്ളവർക്കുമുണ്ട്. എന്തായാലും കുടുംബം പ്രതിസന്ധിയിലാണ്. കാരണം ഈ പറയുന്ന മൃതദേഹം ഇതുവരെ മൃതദേഹത്തിനോട് ഒരു പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിരിക്കുന്നു. അതൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു. കുടുംബത്തിലെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറി മുമ്പിൽ ഇന്ന് പുലർച്ചെ മുതൽ നിന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആദ്യം എത്താത്തൊരു പശ്ചാത്തലം ഉണ്ട്. എൽദോ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധമുയർത്തിയ വിദ്യാർത്ഥികൾ, പക്ഷേ ആ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് വിവരം. മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി, പക്ഷേ അവിടെ ആർടിഒ അത് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തുണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം. തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം.
മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്, കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിനു പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAEയിലെ ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. സീസണുകൾ നോക്കിയുള്ള ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിലെ റൂൾ 135 പ്രകാരം ടിക്കറ്റ് നിരക്ക് പാലക്കാട്ടെ ലഹരി വേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയ എന്ന് പോലീസ്. ഒരു യുവതി ഉൾപ്പെടെ 3 പേരാണ് 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശി സലീമാണ് കേസിലെ മുഖ്യപ്രതി എന്ന് പോലീസ് പറയുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ഈ പരിശോധന നടത്തിയത്. CV അനുമോദ് വിവരങ്ങൾ നൽകും. അനുമോദ്, ഓണം ആഘോഷങ്ങളുടെ ഭാഗമായി ലഹരി ഒഴുകുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ ശക്തമാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ഇതാ ഒരു സ്ത്രീ ഉൾപ്പെടെയാണ് ആ സംഘത്തിലേത് എന്ന് മനസ്സിലാക്കുന്നു. ഈ കൊണ്ടുവന്നതും ഈ ഓണം ദിനങ്ങൾ ലക്ഷ്യമിട്ടാണോ? എന്തോ കേരളത്തിലെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടകളിൽ ഒന്നാണ് പാലക്കാട് ഇന്ന് രാവിലെ ഉണ്ടായത്. ഏതാണ്ട് 3/4 കിലോയിലധികം MDMA, അതേപോലെ തന്നെ ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, LSD സ്റ്റാമ്പ് തുടങ്ങി എല്ലാവിധ മയക്കുമരുന്ന്, നിയമം മൂലം നിരോധിച്ച എല്ലാവിധ മയക്കുമരുന്നുകളും ഈ സംഘം കടത്തിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. 1 കോടിയിലേറെ രൂപ മൂല്യം ഈ സാധനങ്ങൾക്കെല്ലാം തന്നെ വരും. 3 പേരാണ് പിടിയിലായത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ നിഷി, അതേപോലെ തന്നെ വേങ്ങര സ്വദേശിയായിട്ടുള്ള അസറുദ്ദീൻ, അയാളുടെ ഭാര്യ സൗത്ത് കന്നഡ സ്വദേശിയായ ഫാത്തിമ. ഇതിൽ അസറുദ്ദീൻ മുൻപും MDMA കേസിലൊക്കെ പ്രതിയായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പറയുന്നൊരു കാര്യപ്രകാരമാണ് മുൻപ് കഴിഞ്ഞ ദിവസം പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ണിയിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ അയാളെ മണ്ണാർക്കാട് സ്വദേശിയായ സലീമിലേക്ക് പോലീസിൻ്റെ അന്വേഷണത്തെയും സലീമിനെ വാഹനം തടഞ്ഞ് വളരെ സാഹസികമായി പിടികൂടുകയും ചെയ്തു. സലീമിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വലിയ വേട്ടയിലേക്ക് നയിച്ചത്.
അതായത് സലീമിൻ്റെ അറിവോടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇത്രയും അധികം ക്വാണ്ടിറ്റിയിൽ മയക്കുമരുന്ന് എത്തിയിരുന്നത്. ഇത് വലിയ ഒരു അളവ് എന്ന് പറയുമ്പോൾ സാധാരണ മില്ലിഗ്രാം വരെ MDMAക്ക് വലിയ വിലയാണ്. അവിടെയാണ് 3/4 കിലോയിലധികം MDMA കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് പാലക്കാട് ജില്ലയിലേക്ക് മാത്രമാകില്ല, ഒരു പക്ഷേ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലേക്കൊക്കെ വിതരണത്തിന് വേണ്ടി കൊണ്ടുവന്നതാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ ഒരു സലീമിൽ നിന്ന് ഇവരെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നു. കോയമ്പത്തൂർ വഴി ഇവർ വരുമ്പോൾ തന്നെ തമിഴ്നാട് വെച്ച് തന്നെ ഇവരെ പിന്തുടരുന്നു. പോലീസ് പിന്തുടരുന്നു പറഞ്ഞ് ഇവർ വഴിമാറി തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പാലക്കാട് ഒലവക്കോട് ജംഗ്ഷനിൽ വെച്ച് വണ്ടി കുറുകെയിട്ട് സാഹസികമായി പിടികൂടുകയാണ് ചെയ്തത്. 3 മണിക്കൂറിലധികം വാഹനം പരിശോധിച്ചെങ്കിലും MDMAയും മറ്റു ലഹരിമരുന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ പെട്രോൾ ഇന്ധന ടാങ്കിൻ്റെ ഉള്ളിൽ അതിനോട് ചേർന്ന് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ഒരു ലഹരി വസ്തു ഉണ്ടായിരുന്നത്. ഇത് ഒരു റെൻ്റേ കാറാണ്, അതായത് ഇത് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഉടമ അറിയാതെയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഇതിൻ്റെ മുഖ്യ കണ്ണിയായ സലീമിൽ നിന്നും ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നും അവിടെയുള്ള ശൃംഖലയിലുള്ളവരെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാവുന്നത്. എന്നാണെങ്കിലും ഇതുവരെ ഉണ്ടായ ഈ ഒരു തൂഫാൻ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായതിൽ വെച്ച് പിടിച്ചെടുത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ക്വാണ്ടിറ്റിയിലുള്ള മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. അതിൽ എല്ലാ മയക്കുമരുന്നുകളും ഉണ്ട് എന്നുള്ളതുകൂടി ഇതിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത് വലിയ ഒരു ശൃംഖലയുടെ കണ്ണികളാണ് പിടിയിലായതെന്നും ഇതിൻ്റെ പിന്നിലുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിക്കുവാനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നീക്കം. ഇതിൻ്റെ ഒരു സ്രോതസ് എവിടെ നിന്നാണെന്നാണ് പോലീസ് കരുതുന്നത് അനുമോദ്? അതായത് ഈ യുവതി ഉൾപ്പെടെ 3 പേർ ഈ 1 കോടി രൂപ വില മതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായിട്ടുണ്ടെങ്കിൽ അത് അനുമോദ് സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു വലിയ കണ്ണികൾ ഉള്ള ഒരു ശൃംഖല തന്നെയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആഴങ്ങൾ തേടി പോകാനുള്ള ശ്രമത്തിലേക്കാണോ ഈ ഡാൻസ് ഓഫ് സംഘം? നമുക്കറിയാം, കേരളത്തിലേക്കുള്ള മയക്കുമരുന്നുകൾ ഭൂരിഭാഗവും വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് മലപ്പുറത്താണെങ്കിലും മറ്റ് കോഴിക്കോട് നിന്നാണെങ്കിലും പലപ്പോഴും പോലീസ് ഈ മയക്കുമരുന്നിൻ്റെ കണ്ണികൾ തേടിപ്പോയി ബാംഗ്ലൂരിലെത്തി അവിടുന്ന് പലരെയും പിടികൂടുന്ന ഒരു ചരിത്രം അല്ലെങ്കിൽ അത്തരത്തിൽ കേസ് തെളിയിച്ച ചരിത്രമൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ബാംഗ്ലൂരിൽ ഒരു മുഖ്യ സ്രോതസ്സിൽ നിന്നാണ് സലീം വഴി ഇവർ ഇതിലേക്ക് ഇത് കൊണ്ടുവന്നത്. സലീമാണ് ഇതിൻ്റെ ഒരു ഇടനിലക്കാരനും ഇതിനുള്ള ഫണ്ട് മുടക്കുകയൊക്കെ ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അന്വേഷണം ബാംഗ്ലൂരിലേക്ക് നീങ്ങും. പക്ഷേ നമുക്ക് പറയാം, ഒരു കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഈ അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അത് ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ പുറത്തുവിടില്ല, കാരണം അന്വേഷണത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അത്തരം വിവരങ്ങളിലേക്ക് പോലീസ് ഇപ്പോൾ മുഴുവൻ പുറത്തുവിടുന്ന സാഹചര്യമല്ല. പക്ഷേ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇതിൻ്റെ തുടരന്വേഷണങ്ങളും നടക്കുക. ബാംഗ്ലൂരുവിൽ പോലീസ് പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്ത് രഹസ്യ വിവരങ്ങളായിട്ട് തന്നെയാണ് ഇവർ സൂക്ഷിക്കുന്നത്. ഒരുപക്ഷെ തുടർന്ന് നീക്കങ്ങൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിയ ശേഷം മാത്രമേ പോലീസ് അത് പങ്കുവെക്കുകയുള്ളൂ എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ. എന്നാണെങ്കിലും തുടർ നടപടികൾ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സലീം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് ഇനി പുരോഗമിക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യപ്രതി മണ്ണാർക്കാട് സ്വദേശി സലീമാണ്. ഒരു യുവതി ഉൾപ്പെടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് പിടിയിലായത്. കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ 2 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ അർജുൻ ആയങ്കിയുമായി കോതമംഗലം പോലീസ് തെളിവെടുപ്പ് നടത്തി. ആജ്ഞ രവീന്ദ്രൻ, അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഉൾപ്പെടെ വലിയ കോലിളക്കം ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ എന്താണ് നിലവിലത്തെ സാഹചര്യം? എന്താണ്, എത്ര ദിവസത്തേക്കാണ് കസ്റ്റഡി? എന്തായാലും കോതമംഗലം കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്, പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ്. കടവന്ത്ര RK അപ്പാർട്ട്മെന്റിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കോതമംഗലം പോലീസിനാണ് ആയങ്കിയെ കൈമാറിയിരിക്കുന്നത്. നമുക്കറിയാം, കോതമംഗലം SHO പ്രശാന്തിനെയും അതുപോലെ തന്നെ ഊന്നുകൽ SHO ആദർശിനെയും ഭീഷണിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കേസാണ്. കോതമംഗലം SHO ആദ്യഘട്ടത്തിൽ ഈ അർജുൻ ആയങ്കിയും സുഹൃത്തുക്കളും കോതമംഗലത്ത് ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു റിസോർട്ടിലെത്തിയപ്പോൾ അർജുൻ ആയങ്കിയെയും മറ്റ് 5 പേരെയും അവിടെ നിന്നും ഈ CI പ്രശാന്ത് അറസ്റ്റ് ചെയ്തു. തുടർന്ന് 21
ദിവസം അവർക്ക് അത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് സംഘടിത കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്ന കേസിലാണ് അർജുനായികയും സുഹൃത്തുക്കളെയും അന്ന് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഉണ്ടായ വൈരാഗ്യമാണ് ഈ അർജുനായികയെ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് നയിച്ചതും കോതമംഗലം SHOക്കെതിരെ പെൻഷൻ വാങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടാകില്ല തുടങ്ങി ഭീഷണിയൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് പോയതും. തുടർന്നാണ് ആ വിഷയത്തിൽ ഊന്നുകൽ SHO കേസെടുക്കുന്നതും ഊന്നുകൽ പോലീസാണ് ഇതിൽ കേസെടുത്തതും. ഇതിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്ന സാഹചര്യത്തിൽ ഈ ഊന്നുകൽ CI ഇദ്ദേഹത്തെ പിടികൂടാൻ ഉള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രകോപനത്തിന് കാരണം. സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി, താൻ കീഴടങ്ങാനിരുന്നതായിരുന്നു, സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ കണ്ടെത്തി അതിലേക്ക് തന്നെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ വഴി തന്നെ പിടികൂടാമെന്നുള്ള നീക്കമാണ്. എന്നാൽ പിന്നെ തന്നെ ഒന്ന് പിടികൂടൂ എന്നുള്ള വെല്ലുവിളിയുമായിട്ടാണ് ആദ്യം അർജുനായിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്നത്. പിന്നീട് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അത്തരത്തിൽ എൻറ്റയർ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിനെ വെല്ലുവിളിക്കുന്നു, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഭരണ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മുഴുവൻ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോയത് തന്നെയാണ്. അങ്ങനെയാണ് പോലീസ് അർജുനായിക്ക് പിടികൂടുന്നതും തുടർന്നുണ്ടായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കോതമംഗലം പോലീസിനാണ് കസ്റ്റഡി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ RK അപ്പാർട്ട്മെന്റിൽ, കടവന്ത്ര RK അപ്പാർട്ട്മെന്റിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം അർജുനായികയെ 3 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത്. 2 ദിവസത്തേക്കാണ് നിലവിൽ കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇന്നും നാളെയുമായിട്ട് മറ്റു തെളിവെടുപ്പുകളും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും നടക്കും. ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. എന്നാലും അർജുനായിക ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അർജുനായികയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ വരും സമയങ്ങളിൽ തരും. സ്പോട്ടിലേക്ക് പൂർണ്ണമാവും. നമസ്കാരം.